ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നുള്ള നമ്മുടെ ചാലക്കുടിയുള്ള ഷൈൻ ഹാൻഡിക്രാഫ്റ്റ്സിലാണ്. ചാലക്കുടി മുരുങ്ങൂരുള്ള ഒരുപാട് ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസുകൾ ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഓണർ ചേട്ടൻ ഇവിടെ ഉണ്ട്, ജോയി ചേട്ടൻ. ആളാണ് അതിൻ്റെ ഓണർ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസിൻ്റെ. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ ചേട്ടാ? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആനയുടെ രൂപം ഉണ്ട് കേട്ടോ ആദ്യം തന്നെ. ഇതിന്റെ പറയാ രൂപം എന്നാണോ പറയുന്നത്? അതോ ആനയുടെ ഒരു തടിയില് ചെയ്ത കറുങ്ങ? ഇത് ഈ ഒരു പല സൈസിലുണ്ടെന്ന് തോന്നല്ലേ ആനകളുടെ? 12 ഇഞ്ചിന്റെ വരുന്നത്, 12 ഇഞ്ചിന്റെ വരുന്നത്, 3 ഇഞ്ച് തുടങ്ങിയുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസുകളാണ്, എല്ലാം വരുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസുകളാണ്. അതിന്റെ ഇതെന്തായിരുന്നു ഈ ബോക്സ്? എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ പറ്റിയ നമുക്ക് ഗോൾഡ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ പറ്റിയതാണ്. ഇത് ഹൗസ് ബോട്ടുകളുടെ മോഡൽ ഉണ്ടാവുക, കഥകളിയുടെ കയ്യിൽ ഹാൻഡ് മൊമെന്റം മോഡലായിട്ട് ചെയ്തതാണ്. ഇത് നെൽക്കതിരല്ലേ? തെങ്ങിൻകൊല. തെങ്ങിൻകൊല ഉണ്ടത്. നെൽക്കതിരല്ല, മരപ്പ് തന്നെ തെങ്ങിൻകൊലയുടെ അത് ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വുഡിൽ ചെയ്തിട്ടുള്ള ഐറ്റംസുകളാണ്. ഈഗിള്, ഇത് ഈഗിൾ കേട്ടോ. ഈഗിളിൻ്റെ അങ്ങനെ കുത്തിയത് ആ ഒരു ടൈപ്പ് കൂടി ഉണ്ട്. പിന്നെ ഇത് വലിയൊരു ബോട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, കൊടുക്കാം. അവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും ചെയ്ത് തരും കേട്ടോ. അത് പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ചെറിയ ബോട്ടുകൾ മാച്ച് ടൈപ്പ് ഉണ്ട്, പല ടൈപ്പ് കൂടെ. അത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ചെറുത് തുടങ്ങിയത് പറയും അങ്ങനെ. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസുകളുണ്ട്. അങ്ങനത്തെ ക്രേസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. ഇത് ബാങ്കിൾ സ്റ്റാൻഡ് ആണ്. ഇത് വള മരത്തിന്റെ തന്നെ. ഇത് മണി ബാങ്ക് ടൈപ്പ് ആണ്. പല വെറൈറ്റികളുണ്ട്. സിലിണ്ടറിന്റെ വരുന്നതല്ലേ മണി ബാങ്ക്? ഒരു ടൈപ്പ് ഉണ്ട്. പല ടൈപ്പ് ഇത് ഷിപ്പുകളൊക്കെ നോക്കുന്നവർക്ക് പല ടൈപ്പ് കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഈ കൊട്ട എന്തായിരുന്നു? ഇത് ബാമ്പുവിന്റെ വരുന്നത്, ബാമ്പുവിന്റെ കൊട്ട കേട്ടോ. ബാമ്പുവിന്റെ ടൈപ്പ് വരുന്ന കൊട്ട ഇവിടെ അവൈലബിൾ ആണ്. വരുന്നത് ഇത് കഥകളിയുടെ ഒരു ഇതില്ലേ, സ്റ്റാച്ചു ടൈപ്പ് വരുന്ന ആ ഒരു ടൈപ്പ് കൂടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബാമ്പുവിന്റെ ആണോ? അതിന്റെ ചൂരില് പൊളിച്ച് ചെയ്യുന്ന ടൈപ്പുകളാണ്. അതിന്റെ പല വലിപ്പങ്ങളും പല ടൈപ്പുകളുണ്ട്. ഹാങ്കിങ് ഉണ്ട്, സാധാ ടൈപ്പുകളുണ്ട്, വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കിളിക്കൂടാണോ? ഒറിജിനൽ ഉണ്ടാക്കിയത്, നാച്ചുറൽ അല്ല അത്. എന്നാലും നമുക്ക് വീട്ടിൽ കൊണ്ടൊന്നും വെക്കാൻ പറ്റിയ അതുപോലത്തെ കുറെ കൊട്ടകൾ ഇവിടെ അവൈലബിൾ ആണ്. അതായത് ചെറിയ തൊട്ട് വലിയ വലിയ കൊട്ടകൾ ഇഷ്ടംപോലെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ഇതുണ്ടാ ഇവിടെ കണ്ട, ഇവിടെ ഇത് പറയാന്ന് തോന്നുന്നത് പണ്ടത്തെ പറയുടെ മോഡല് അത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലവർ വൈസ് ഉണ്ടല്ലേ, അത് ബാമ്പുവിന്റെ ഫ്ലവർ വൈസ് ആണ്. അതെ, ആ ഒരു ഇതില് ഇരിപ്പുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ഇത് കൊട്ടകൾ തന്നെയല്ലേ? ഓരോ ടൈപ്പ്, പല ടൈപ്പ് കൊട്ടകൾ, പല ടൈപ്പ് വാക്കിംഗ് സ്റ്റിക്കുകൾ. മരത്തിന്റെ വാക്കിംഗ് സ്റ്റിക്കുകളുണ്ട് കേട്ടോ. അത് കോക്കനട്ട് വുഡിന്റെ ഉണ്ട്, പല ടൈപ്പ് വുഡുകളുടെ ഇവിടെ വല്ലോ. ഇത് ചട്ടുകങ്ങളാണോ? തെങ്ങിൻ തടികളിൽ ചെയ്ത, തെങ്ങിന്റെ തടി കൊണ്ട് വലിയ പാത്രങ്ങൾ തെങ്ങിന്റെ തടി കൊണ്ട് ചെയ്ത ചെറുതുകളുണ്ട്. പല ടൈപ്പ് പല സൈസിൽ വരുന്നുണ്ടല്ലോ. ഇതെന്തായിരുന്നു? ഈ വടിയാണോ? ചൂരലിലൂടെ വടിയാണോ? പിള്ളേരെ പേടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു വടി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ അങ്ങനെ ചെറിയ ടൈപ്പ് പല കൊട്ടകളോട് അവൈലബിൾ ആണ് കേട്ടോ. അത് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? ഇത് കളിക്കാനോടുള്ളതാണോ? ലെറ്ററാണ്, ഉപയോഗിക്കാനായിട്ട്. അങ്ങനത്തെ ടൈപ്പ് ലെറ്ററുകളാണ് അത് ഇവിടെ കുറെ. ഇത് ബുക്ക് സ്റ്റാൻഡ് ആണ്, ബൈബിൾ സ്റ്റാൻഡ്, റീഡിംഗ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഇത് ഒറ്റ വുഡിൽ ചെയ്താണ്. ക്യാൻറ്റീനിലോ അപ്പുറത്തെ ക്യാൻറ്റീനിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വൈസ് വെക്കണമെങ്കിൽ ഫ്ലവർ വൈസ്. പല ടൈപ്പും റീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പാണ്, അവൈലബിൾ ആണ്. അതെ, അങ്ങനത്തെ ഒരുപാട് സാധനം. മറ്റേ പട്ടുകൊടയുടെ ഇതാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അതെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ആനയുടെ തന്നെ ഹെഡ് മരത്തിൽ കൊത്തിയെടുത്താണ്. പല വലിപ്പത്തിലുള്ളതുണ്ട്, 14 ഇഞ്ച് 12 ഇഞ്ച് അങ്ങനെ പല വലിപ്പത്തിലുണ്ട്. പിന്നെ തടിയിൽ ചെയ്തിട്ടുള്ള ടൈപ്പാണ്.
ഇതെന്തായിരുന്നു ഈ വെച്ചിരിക്കുന്നത്? മണിയുള്ളതാണോ അത്? അത് എന്തെങ്കിലും സ്റ്റാച്യൂസ് ഒക്കെ വെക്കാനായിട്ടൊക്കെ ആ ആ തേക്കിന്റെ തടിയിൽ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. ആ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഫിഗറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഉണ്ട്. ഒരു ടൈപ്പ് ഇത് ബുദ്ധയുടെ തടിയിൽ ചെയ്ത ടൈപ്പാണ്. ആ തടിയിൽ ചെയ്ത ടൈപ്പാണത്. അങ്ങനത്തെ പല സൈസും ഉണ്ട് കേട്ടോ അതിൻ്റെ. ഇതുണ്ട്. ഇത് പിന്നെ കൃഷ്ണന്റെ ആദ്യം വരുന്ന ആ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് ഷിപ്പിന്റെ ചെറിയൊരു ഇത് വരുന്നത്. അതിന്റെ ഷിപ്പ് പ്ലസ് കഥകളി വരുന്ന ഒരു സാധനം അവൈലബിൾ ആണ്. ഇത് എന്തായിരുന്നു ഈ ചൈനീസ് ഇതാണ്? ഇതൊരു ചൈനീസ് ആ ഒരു സംഭവം ആണല്ലോ ഇങ്ങനെ വരുന്നത്. ഇതിന്റെ പല ഇത് അതന്നെയല്ലേ സെയിം അല്ലേ? അതിന്റെ തന്നെ വേറെ മെറ്റീരിയൽ വരുന്നതാണ് അത്. ആ ഒരു ടൈപ്പ് കൂടി ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതെന്തായിരുന്നു? ഇങ്ങനെ തേക്കിന്റെ ഇതിൽ ചെയ്തിട്ട് വേരിൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ദിനോസറിന്റെ മോഡൽ ഉണ്ട് അത്. പിന്നെ ഈഗിൾ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ഗണപതിയുടെ ഒരു ഇത് വെച്ചിട്ടുള്ള സ്റ്റാച്ചു അതുകൂടെ. കഥകളി പെയിന്റിംഗ് ആണത്. ക്യാൻവാസ് പെയിന്റിംഗ് കേട്ടത് അവിടെ ഉള്ളത്, കഥകളിയുടെ ക്യാൻവാസ് പെയിന്റിങ്. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ ഇത് കൃഷ്ണന്റെ നല്ല അത് പോളി മാർബിളിലും അപ്പുറത്തിരിക്കുന്നത് ഫൈബറാണ്. ഇത് അടുക്കുള്ള ഫൈബർ അല്ലേ? പിന്നെ ഇത് നല്ല രസത്തില് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി കാണാനായിട്ട്. ഇനി ഇത് മരത്തിയ മയില് ചെയ്തിട്ടുള്ളൂ. പീക്കോക്ക് അതേ കണ്ട. അതിന്റെ പല സൈസ് ഉണ്ട് കേട്ടോ. പശുവിന്റെ പശുവുണ്ട്, അതിന്റെ കുട്ടിയുണ്ട്, തടിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇത്. പിന്നെ കഥകളിയുടെ ഒരു ഹെഡ് ചെയ്ത മോഡൽ കൂടെ ഉണ്ട്. പിന്നെ ഇത് ചർക്കാല്ലേ, മരത്തിന്റെ അതുണ്ട് ഇവിടെ. പിന്നെ ചെറിയ ബോട്ടിന്റെ ഉണ്ട്. ഇത് പേരെനിക്കറിയില്ല, എന്നാലും എന്താ സരസ്വതി ഞാൻ തോന്നുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആളുടെ ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നേരത്തെ കണ്ടതിന്റെ കുറച്ചും കൂടെ ഒരു പ്രീമിയം അളവ് പറയണത്. ഇത് അളവ് പറയേണ്ടത്. ഇതിങ്ങനെ ഇത് വേണ്ടവർക്ക് ഇത് പഴയ സാധനങ്ങളൊക്കെ താല്പര്യം അത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ കേട്ടോ. അതെ, ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പല ടൈപ്പ് കഥകളിയുടെയും അങ്ങനെ പല ടൈപ്പ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം റെയിൻ മേക്കറാണത്. മഴയുടെ സൗണ്ട് വരുന്ന കേട്ടോ. അതേ കണ്ടോ നിങ്ങൾക്ക് സൗണ്ട് പല വലിപ്പങ്ങളുണ്ട്. അത് നൈസാ. കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് അതേ കണ്ടോ, കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. മഴയുടെ മൈക്കിൻ്റെ അവിടെ ചെയ്യിപ്പിച്ചു തരാം. കണ്ടോ, റെയിൻ മേക്കർ എന്നാണ് അതിനെ പറയണേ. റെയിൻ മേക്കർ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ടൈപ്പ് സാധനം ഉണ്ട് അത്. അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അത് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇത് ചെറിയ ചെറിയ ബോക്സുകൾ അല്ലേ, ഗിഫ്റ്റ് ബോക്സുകൾ പല ഇതൊക്കെ മരത്തിൽ ചെയ്തെടുത്തോ. പല ഇതില് ടിഷ്യൂ പേപ്പറിന്റെ ഇത് കണ്ടോ, ടിഷ്യൂ പേപ്പർ ഇട്ടേക്കണ അതിന്റെ മരത്തിൽ അങ്ങനത്തെ പല യൂസുകൾ വരുന്ന പേപ്പർ കാർഡ്സിന്റെ ബോക്സ്, കാർഡ്സ് ഇട്ട് വയ്ക്കാൻ പറ്റിയ. പിന്നെ ഇവിടെ ചായയുടെ ഇത് കപ്പും സോസറും ആ ഒരു ഇതും. പിന്നെ അതിന്റെ ട്രേയും ഉണ്ട് കേട്ടോ. ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. മൊത്തം അത് ട്രേകൾ ഒരുപാടുണ്ട് കേട്ടോ. പല വെറൈറ്റി ടൈപ്പ് ട്രേകൾ ഇത് കണ്ടോ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബോക്സുകളാണ് നേരത്തെ കണ്ട പോലത്തെ. പിന്നെ ഇത് നിറച്ച് ബോട്ടുകൾ ഇരിപ്പുണ്ട് അവിടെ. പല ടൈപ്പ് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വലിയ ബോക്സ് അല്ലേ, നല്ല വലിയ ബോക്സ് ആണ് ഇവിടെ. ഇത് നമുക്ക് കണ്ടെയ്നേഴ്സ് പോലെ വലിപ്പ് പോലെയല്ലേ വരുന്ന. അത് മെഡിസിൻ ബോക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ ബോക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെഡിസിൻ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അതുകൂടെ ഡ്രോയർ ഉള്ളതാണ്, അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൈസായിട്ട് അത് കണ്ടോ 3 ഇത് ഉള്ളതാണ്. അത് ഇങ്ങനെ അടച്ച് ഇങ്ങനെ അടച്ച് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ബോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ, അതുണ്ട്. പിന്നെ നമുക്ക് ബുക്ക് സ്റ്റാൻഡ്, ബൈബിൾ സ്റ്റാൻഡ് ഒക്കെ, ബൈബിളോ ഖുറാനോ രാമായണോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ടൈപ്പ് ഇവിടെ. ഇതൊക്കെ ഹോൾഡറുകളാണല്ലോ, പെൻ ഹോൾഡർ അങ്ങനത്തെ ഐറ്റംസുകളാണ് മരത്തിലുണ്ടാക്കിയത്, അതുണ്ട്. പിന്നെ ഇതൊക്കെ മണി ബാങ്ക് നേരത്തെ നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ മണി ബാങ്കുകൾ വരുന്ന പല ടൈപ്പ് ഐറ്റംസ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ
ഇത് വരുന്ന ഇല്ല. ഉപസ്തംഭം ആ ഒരു സംഭവം വരുന്ന ഇതാണ് കേട്ടോ, അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ ടൂത്ത് പിക്ക് എടുക്കാനുള്ള, അതിങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആക്കും. അല്ല ഇങ്ങനല്ലേ, ഇതില് ഫില്ല് ചെയ്യും. അതിൽ ടൂത്ത് പിക്ക് ഫില്ല് എടുക്കും. ആ ഒരു മോഡൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ചിരട്ടയിൽ ചെയ്താന്നല്ലേ, ഇതൊക്കെ നമുക്ക് മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇത് എന്തായിരുന്നു ഈ അടിയിലുള്ളത്? ഫ്ലവർ വൈസുകളാണ്, ഫ്ലവർ വൈസുകൾ. പിന്നെ ബോട്ടുകളാണ് അടിയിലിരിക്കണത്. നേരത്തെ കണ്ട പോലത്തെ പല ബോട്ടുകൾ ഏത് സൈസ് വേണമെങ്കിലും പറഞ്ഞു ചെയ്ത് കൊടുക്കൂലേ, ഹോൾസെയിൽ സപ്ലൈ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. ബൗളുകളുണ്ട്, അതുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാമ്പുവിന്റെ ഗ്ലാസ് ആണ്, അതെ ബാമ്പുവിന്റെ ഗ്ലാസ് ആണ് ഒരു ടൈപ്പ്. ചെറിയ ടൈപ്പുണ്ട്. ഇത് ബാമ്പു തന്നെയാണോ? ബാമ്പുവിന്റെ തന്നെ വേറെ സൈസുകളാണ് പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട് ഒരു കത്തിക്കണതല്ലേ, ധൂപം കത്തിക്കുന്ന ഒരു ടൈപ്പ് വലുതാണ് കേട്ടോ. ഇതിന് പുക ഇങ്ങനെ വരും, നല്ല അടിപൊളിയായിട്ട് പല ടൈപ്പ് ബാമ്പുവിന്റെ ഫ്ലവർ വൈസുകൾ. ലാമ്പ് ഷെയ്ഡുകളുണ്ടോ? മനസ്സിലായി, നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ സാധനങ്ങളാണ്, ലാമ്പ് ഷെയ്ഡുകളാണ് മേളിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ലാമ്പ് ഷെയ്ഡുകളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് മറ്റേ ഗ്രാം ഫോണാണോ? മിനിയേച്ചർ ഷോപ്പീസാണത്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഫുള്ള് വുഡിൽ കൊത്തിയ മൃഗങ്ങളുടെ, അതായത് ആന, ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ പല സൈസിൽ വരുന്ന ഇതുകളാണ് ഇവിടെ ഉള്ളത്. ആനയുടെ പല ഇതുണ്ട്, പല വലിപ്പങ്ങൾ വരുന്നുണ്ട്. ഹൗസ് ബോട്ടുകൾ ഇതേ കാണുന്ന പോലെ ഹൗസ് ബോട്ടുകളുണ്ട്. പിന്നെ ഇത് ഭസ്മത്തട്ട്, അതായത് പൂജാമുറിയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പായിട്ട് തന്നെ. അതിൻ്റെ തന്നെ 2-3 വലിപ്പങ്ങളുണ്ട്, 2 കളറുണ്ട്. തടിയുടെ കളറും നാച്ചുറൽ ആയിട്ട് ടൈപ്പ് ഉണ്ട്. ഇത് ബ്ലാക്ക് പെയിന്റ് അടിച്ച ടൈപ്പ് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ആ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. പിന്നെ പല കളറുണ്ട്. അതെ അവിടെ ഉണ്ട്, ഇത് കണ്ടോ, അത് തൂക്കുവിളക്ക് മോഡല്, തേക്ക് തടിയിലും വരുന്ന അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബോട്ടുകളും ആനയുടെ ഇതുകളൊക്കെയാണ് ഉള്ളത്. ക്യാൻ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് വെള്ളം ക്യാൻഡിൽ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ച് സ്റ്റാൻഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അതിൽ ക്യാൻഡിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ആ ഒരു ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ കീ ഹോൾഡർ ഐറ്റംസ് ഇതില്ല, ചാവി തൂക്കിടാനായിട്ടുള്ള സെറ്റപ്പ് ഇട്ട് ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് വുഡിന്റെ. പിന്നെ ഇവിടെ മിനിയേച്ചർ, ഇത് മറ്റു സംഭവങ്ങളുടെ മിനിയേച്ചറുകൾ കേട്ടോ, നമ്മുടെ വയലിൻ അതിൻ്റെ മിനിയേച്ചറുകൾ അത് ഇവിടെ ഉണ്ട്. കീ ഹോൾഡർ പല ടൈപ്പ് ഉണ്ട്. ലോക്ക് മോഡൽ വരുന്നത്, ലോക്ക് മോഡൽ ഉണ്ട്, വയലിൻ മോഡൽ, ഗിറ്റാർ മോഡൽ, പല മോഡല്. സാധാ ടൈപ്പ് തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല, ഹുക്ക് എണ്ണ കൂടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഡലായിട്ട് അതുകൊണ്ട്. പിന്നെ ചിരട്ടയിൽ ചെയ്തതാണോ? തേങ്ങയിൽ ചെയ്തിട്ടുള്ള ആമയും കുരങ്ങ ടൈപ്പ് വരുന്ന കേട്ടോ, അതുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു കോഴിയുടെ ഇതുണ്ട്, ആനയുടെ പറഞ്ഞ ചെയ്തിട്ടുണ്ട്, എലിയുടെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ബുക്ക് സ്റ്റാൻഡ് ആണ്. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് അതിൽ ബുക്ക് വെക്കാനുള്ളതല്ലേ, ബുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ബുക്കുകളൊക്കെ, അല്ലെങ്കിൽ മൊബൈൽ വെക്കാനായിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസുകളാണ് വരുന്നുണ്ട്. ബുക്ക് സ്റ്റാൻഡ് മോഡലായിട്ടുള്ളത്. ഓക്കെ, അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അടുത്ത അവിടെ കണ്ടു, തേങ്ങയുടെ ഇത്. പിന്നെ കാർവിംഗ് ടൈപ്പിൽ ഇതുകൾ ഇവിടെ അവൈലബിൾ ആണ്. ബാമ്പൂല് ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ കുപ്പി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ ചെയ്തിട്ടുള്ളത് മറ്റേ ഇത് വെച്ച് കെട്ടിയിട്ട് ടൈപ്പുകൾ. പിന്നെ അത് ഒരുപാട് ഇതൊക്കെ എന്തായിരുന്നു ഈ അടിയിലേക്ക് ക്ലേഡ് ഐറ്റംസ്, ക്ലേഡ് ഐറ്റംസുകളാണ്. ഇത് എണ്ണ വിളക്കായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതിൽ തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ വെച്ചിട്ട് തിരി ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് എണ്ണ വെച്ച് കത്തിച്ച് വെക്കാൻ പറ്റിയ ടൈപ്പ് കേട്ടോ. ആ ഒരു ഇതിവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു സാധനം അതുണ്ട് ഇവിടെ.
പിന്നെ കപ്പുകളുണ്ട്. ഇത് രാമച്ചതിന്റെ രാമച്ചത്തില് ഗണപതി ഉണ്ട്, അത് കഥകളി ഉണ്ട്, പല ടൈപ്പ്. പിന്നെ ഗണ്ണുണ്ട് കേട്ടോ. ഇത് ഷോ പക്ഷെ എന്താണ് ഷോ പീസാണ് കേട്ടോ. അത് ഗണ്ണുണ്ട്, അങ്ങനെ ഷോ വെറുതെ വെക്കാൻ. ഫ്ലവർ വേസുകളാണ് ടോപ്പിലിരിക്കുന്നത് മുഴുവൻ ഫ്ലവർ വേസുകളാണ് കേട്ടോ. അത് ചെറിയ കണ്ടെയ്നറുകൾ, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വലിയ കണ്ടെയ്നർ കേട്ടോ. അത് ഡ്രസ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ വലിയ കണ്ടെയ്നർ അവൈലബിൾ ആണ്. ഇതൊക്കെ ബാസ്ക്കറ്റുകള്, ട്രേകള്, അത് കല്യാണത്തിന് വെഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പുകള്, മന്ത്രകോടി കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്, ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനൊക്കെ ആയിട്ടൊക്കെയുള്ള മോഡലുകളൊക്കെ. പിന്നെ കഥകളിയുടെ വഞ്ചി ടൈപ്പും പിന്നെ മറ്റേ മൊമെന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എണ്ണക്കൂട്ടാ. എണ്ണക്കൂട്ടോ, അതിൽ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഒരു 7 ദിവസം വെച്ചതിന് ശേഷം തലയിൽ തേക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ രണ്ടാമത് ഫില്ല് ചെയ്യാൻ പറ്റും. കുറേ നാളത്തേക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ തണുപ്പ് കിട്ടാനും ഇതിനൊക്കെ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. ലെമൺ ഗ്രാസ് ഓയിൽ, തേൻ നെല്ലിക്ക, തേൻ, വൻതേൻ, ചെറുതേൻ, പിന്നെ ചണവിത്ത്, ഈ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ ഉപയോഗിക്കുന്ന നായ്ക്കറിന്റെ പരിപ്പ് പൊടി, പിന്നെ സോപ്പുകൾ, ഒറിജിൻ കമ്പനിയുടെ സോപ്പുകളുണ്ട്. ഇത് വെളിച്ചെണ്ണ, ചിപ്സ് ഒക്കെ ഉണ്ട്, ചിപ്സ് ഐറ്റംസുകൾ അങ്ങനെ. പിന്നെ ചായപ്പൊടികളും, പിന്നെ സർബത്ത് ഉണ്ടാക്കാൻ സർബത്ത്, നെല്ലിക്ക കാന്താരി അറിയാം, നെല്ലിക്ക മധുരമില്ലാത്ത ടൈപ്പ് ഉണ്ട്. മൈലാഞ്ചിപ്പൊടി, നീലമരി, തല മുടി ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ടൈപ്പ് കോഫി പൗഡർ അല്ലേ. ഇത് കോഫി പൗഡർ. ഇത് ഞാൻ പറഞ്ഞത് നീലമരി എന്ന് പറഞ്ഞിട്ട് ഇൻഡിഗോ പൗഡർ, ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കാട്ടുള്ളി തൈലം, അതിങ്ങനെ കഫക്കെട്ടിനും ഇതിനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് ഭയങ്കര വീഡിയോയിലൊക്കെ കാണുന്ന ആ ഒരു സംഭവം ഇങ്ങനെ വെക്കുമ്പോഴേക്കും തലയ്ക്ക് കയറുന്ന. ഇതിന് എത്ര വരുന്നതിന്? ഇത് 120 രൂപ വരുന്ന ടൈപ്പ്. അതിന് ഗ്രാമ്പൂ തൈലുണ്ട്, കാട്ടുള്ളി തൈലം അതുണ്ട് കേട്ടോ. ആ ഒരു സംഭവം, പിന്നെ അമുക്കരപ്പൊടി, പിന്നെ യൂക്കാരി ഓയില്, അങ്ങനെ കുറെ വൈദ്യ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങൾ. വയനാടിന്റെ ഐറ്റംസുകളാണ്. പിന്നെ റെഡ് സാൻഡിലിന്റെ പീസുകള് അതുണ്ട്. രാമച്ചതിന്റെ ബ്രഷുകള്, പതിമുഖം, പല ഐറ്റംസുകളും അങ്ങനെയുള്ള ബാമ്പുന്റെ ബാഗുകള് വേണ്ടവർക്ക് കണ്ടെയ്നർ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനമാണിത്. ഇത് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ, ഈ കല്യാണങ്ങൾക്ക് വെച്ചിട്ട് കൊടുക്കാനുള്ള സംഭവങ്ങള് അതാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം കഥകളികള്, ജൂട്ടിന്റെ ബാഗുകള്, ഇതില്ല ജൂട്ടിന്റെ ബാഗുകളാണ്. ഇതൊക്കെ നമ്മള് ആ ഒരു വയനാട് മൂന്നാറൊക്കെ പോകുമ്പോ കാണുന്ന ടൈപ്പ് സാധനങ്ങളാണ് കേട്ടത് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതേ നെറ്റിപ്പട്ടങ്ങൾ പല ടൈപ്പില് ഇവിടെ കാറിൽ വെക്കുന്ന കേട്ടോ. ഇത് ഫ്ലവർ വൈസുകൾ അല്ലേ? സോറി, ഇത് ഫ്ലവറുകൾ, ഡ്രൈ ഫ്ലവറിന്റെ ബൊക്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ മേളില് കഥകളിയും ഇതൊക്കെ ഫൈബറിന്റെ ഉണ്ട്, പോളി മാർബിളിന്റെ ഉണ്ട്, മറ്റേ പ്ലാസ്റ്റർ പാരിസിന്റെ ഉണ്ട്. പല ടൈപ്പും അവൈലബിൾ ആണ്. പിന്നെ ബോക്സ് ടൈപ്പുകളൊക്കെ, ബോക്സ് ടൈപ്പുകൾ വരുന്ന ഉള്ളിൽ എന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കല്യാണത്തിന്റെ ആവശ്യത്തിനൊക്കെ വെക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ ഉണ്ടല്ലോ. പ്ലാസ്റ്റിക്കിന്റെ പൂക്കളുണ്ട്. പിന്നെ ഇത് സെറ്റ് വരുന്നത് ക്രിസ്മസിന് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ആ ഒരു 12 പീസ് വരുന്ന കല്യാണങ്ങൾക്കൊക്കെ മന്ത്രോടി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ടൈപ്പ് കൊട്ടകൾ എന്ന് പറയുന്ന ബാറ്റിസത്തിന് ഉപയോഗിക്കും. അങ്ങനത്തെ ആ ഒരു ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസുകളാണ് തോന്നുന്നില്ല, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസുകളുണ്ട്. പിന്നെ ഇത് അതെന്തായാലും ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ബുക്സുകൾ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ടൈപ്പ് ആ ഒരു സംഭവങ്ങളോട് അവൈലബിൾ ആണ്. പിന്നെ വഞ്ചി, ഇവിടെ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ഇതൊക്കെ വുഡില് ചെയ്ത ഒരു കാറുണ്ട് കേട്ടോ ഇവിടെ, പഴയ മോഡല് കാർ. ഇത് റണ്ണിങ് ഓടുന്ന കാറാണല്ലോ, അത് കണ്ടോ, ചക്രമൊക്കെ ഉള്ള കാറാണ്. ഇതിങ്ങനെ വെള്ളം സ്പൈസസിന്റെ സ്പൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് പീരങ്കി മോഡല്, പീരങ്കിയുടെ ഉണ്ട്. പിന്നെ നമുക്ക് ട്രാക്ടർ, ഇത് റണ്ണിങ് ട്രാക്ടർ ആണോ? അത് കണ്ടോ, റണ്ണിങ് ട്രാക്ടറാണ്. കാണണ്ടോ അറിയില്ല, അത് കണ്ടോ, റണ്ണിങ് ട്രാക്ടർ അതുണ്ട്. മുതലാട്ടത്, മുതലയുടെ ഉണ്ട്.
പിന്നെ ഇതിലെ മുതലകൾ, ഫിഷ്, കാറുകള്, ഇതിങ്ങനെ ബോൾ ഗെയിം കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉള്ളിലേക്ക് അങ്ങനെ വരുന്ന സെറ്റപ്പ് കേട്ടോ. ഇതിന്റെ പല വലിപ്പങ്ങളുണ്ട്. പല സൈസ് കൂടെ അവൈലബിൾ ആണ്. ഇതേതുണ്ടോ മാന്, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിങ്ങനെ കല്യാണത്തിന് മന്ത്രകോടിയും റിംഗ് ഒക്കെ വയ്ക്കാൻ പറ്റിയ മോഡലുകൾ, പല സൈസ് വരുന്നതല്ലേ. അതിൻ്റെ അതുണ്ട്, വരുന്നതന്നെ. ഇതൊക്കെ പിന്നെ മരത്തിൽ കൊത്തിയ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ബുദ്ധയുടെ ഒക്കെ ഉണ്ട്. വണ്ടിയിൽ വെക്കാവുന്ന ടൈപ്പിന്റെ കാർ ഡാഷ് ബോർഡിൽ വെക്കാൻ പറ്റും. തടിയിലുള്ള ഗണപതി, ഇത് ക്ലേയിലുള്ള ഗണപതി, അങ്ങനത്തെ പല ഐറ്റംസുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതേ കണ്ട് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഭസ്മത്തട്ടിന്റെ വലിയത് പല പല സൈസ് ഉള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെറിയ മസാല സ്പൂൺ ഐറ്റംസ് പല വലിപ്പങ്ങളുണ്ട്. അതുണ്ട്. ഇത് ബാംഗിൾസ്, വുഡിന്റെ ബാംഗിളുകൾ. ഇതെല്ലാം മസാജറാണ്, ബോഡി മസാജർ, നെക്ക് മസാജർ, ഇതൊക്കെ ബോഡി മസാജറുകളാണ്. ഇതെല്ലാം മസാജർ ഐറ്റംസ്, മസാജിന്റെ ഐറ്റംസ്, ഫിംഗർ മസാജ്, വുഡിൽ വരുന്ന ഐറ്റംസ്. ഇതെല്ലാം മസാജർ ഐറ്റംസ് ഒക്കെ വുഡിൽ വരുന്നതാണ്. മസാജർ ഐറ്റംസ്, ഇതൊക്കെ മസാജർ ഐറ്റംസ്. പിന്നെ ഇത് മറ്റേ കൈകള് പല വലിപ്പങ്ങളുണ്ട്. സാധാ മോഡലിൽ മെറ്റൽ ഉപയോഗിക്കാത്ത ടൈപ്പ് ഉണ്ട്. ചോറ് കോരാനും കറികളും ഇതൊക്കെ ടൈപ്പ് തന്നെ മോഡലാണ്. അതിന്റെ തന്നെ സ്പൂണുകൾ, പല വലിപ്പത്തിലുള്ള സ്പൂൺസ് ഉണ്ട്. സ്പൂണ് കാര്യങ്ങൾ ഇതെല്ലാം അവൈലബിൾ ആണ്. ചിരട്ടയുടെ ഐറ്റംസ് ഇതെല്ലാം കണ്ടോ. അതും മരത്തിന്റെ. ഇത് നീംവുഡിന്റെ കയ്യിലുകൾ വരുന്നത്. അങ്ങനത്തെ നേരത്തെ പറഞ്ഞ ബുക്ക് സ്റ്റാൻഡ്, സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാണ് ഭസ്മത്തട്ടിന്റെ ചേട്ടൻ നേരത്തെ വേറെ കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്ന് വലിപ്പമുണ്ട്. ഒരു സമയം ഇത് ഗിഫ്റ്റ് ബോക്സുകളാണോ? ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ബോക്സുകൾ ഇതുണ്ട്. ഇത് എന്നിട്ട് ഇത് കാറിലിടാൻ സീറ്റ് കവർ, വുഡിന്റെ വരുന്ന ടൈപ്പ്, അത് പല ടൈപ്പ് ഉണ്ട്. അത് ഒരു സംഭവം ഹാഫ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ക്യാപ്പുകൾ, ബുക്ക് സ്റ്റാൻഡുകളുണ്ട്. എല്ലാം പല വലിപ്പങ്ങളും. ഇതൊക്കെ ബുക്ക് സ്റ്റാൻഡുകളാണ്. ഇത് ബുക്ക് സ്റ്റാൻഡ് അല്ല, സ്റ്റാൻഡ് ഭിത്തിയിൽ രൂപങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡുകൾ, മോഡലുകളാണ് ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ നോർമൽ നേരത്തെ കണ്ട പോലത്തെ. ഇതെന്തായിരുന്നു സാധനം? ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ വലിപ്പത്തിനനുസരിച്ച് കളിക്കുന്ന ടൈപ്പ് കുങ്കുമുട്ടൊക്കെ. ഇത് മസാജർ, ഹെഡ് മസാജർ, നമ്മുടെ നോർമൽ ഹെഡിൽ മസാജ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു സാധനമുണ്ട്, നീംവുഡിന്റെ ചെരുപ്പുകളാണ്. അത് പഴയ മോഡൽ നമ്മള് തൈര് കടയുന്ന സാധനങ്ങള്, അങ്ങനത്തെ ഐറ്റംസുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള പോലത്തെ ഒക്കെ ഐറ്റംസുകളാണ്. പിന്നെ ഇത് മറ്റേ ചെറിയ ചെറിയ ബോക്സുകൾ ഇതുണ്ട്. പല ടൈപ്പുകളുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ടൈപ്പുകൾ ചെറിയ ബോക്സുകളൊക്കെ ഉണ്ട്. ഇതുണ്ട്. ഇനി ഇതൊക്കെ നമ്മള് മറ്റേ മന്ത്രകോടിയുടെ കൊട്ട അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോണെന്ന്. അത് നമ്മള് സെയിൽസും ഉണ്ട്, റെന്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കുറെ ഐറ്റംസുകൾ വരുന്നത്. അപ്പൊ ഇത് ബുക്ക് സ്റ്റാൻഡുകളുണ്ട് അടിയിൽ മൊത്തം. അങ്ങനെ ഇതൊക്കെ സ്റ്റാൻഡാണ്, ബുക്കില് വെക്കാൻ പറ്റിയ സ്റ്റാൻഡുകളാണ് ഇവിടെ വരുന്നത്. സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈപ്പിന്റെ മോഡൽ. അങ്ങനെയാണ് ഇതിന്റെ പോകുന്നത്. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് സെയിം മുരിങ്ങൂർ തന്നെയാണ്. ഇത് മുരിങ്ങൂർ ഡിവൈൻ്റെ അവിടെ തന്നെ ചാലക്കുടിയിൽ 2 കിലോമീറ്റർ. എറണാകുളം റൂട്ടിൽ, ചാലക്കുടിയിൽ എറണാകുളം റൂട്ടിൽ 2 കിലോമീറ്റർ. ഓൺലൈനായിട്ട് കൊടുക്കും. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസുകൾ ഇപ്പൊ കണ്ടതിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ആള് ചെയ്തു തരും. പിന്നെ ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടൊരു മോഡൽ വേറൊരു ഐറ്റത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വലിപ്പത്തിൽ ചെയ്തു തരും. അപ്പോൾ ഓൺലൈനായിട്ട് ഒരു അയച്ചു തരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ചേട്ടൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, എല്ലാ ലൊക്കേഷൻ ഡീറ്റെയിൽസും. അപ്പോൾ ചേട്ടാ ഓക്കെ, താങ്ക് യു. ഓക്കെ.